അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം നമ്മൾ ഇനി അടുത്ത നമ്മൾ 16 നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 17 ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പ്രീപെയ്ഡ് എക്സ്പെൻസ്? എന്താണ് ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രീ പെയ്ഡ്, ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ 2 സാധനം, ഒന്ന് പ്രീയും പിന്നെ ഒന്ന് പോസ്റ്റും. പ്രീ പെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അടക്കുക. പോസ്റ്റ് പെയ്ഡ്, പ്രീ പെയ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഉപകാരം എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പൈസ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രീ പെയ്ഡ് എന്ന് പറയാം. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഉപകാരം പിന്നെ എടുത്തതിന് ശേഷം നമ്മൾ അടക്കുന്നതിനാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, പ്രീ പെയ്ഡ് നമ്മളെ മൊബൈലുണ്ടല്ലോ നെറ്റ്വർക്ക്, പ്രീ പെയ്ഡും അതുപോലെ തന്നെ പോസ്റ്റ് പെയ്ഡും. അപ്പോൾ പ്രീ പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ചെയ്യൽ എങ്ങനെയാണ്? ആദ്യം പൈസ കയറ്റും എന്നിട്ട് അതിൻ്റെ ഉപയോഗം എടുക്കുന്നതാണ്. ഇവിടെ നോക്കുക, പ്രീ പെയ്ഡ് എക്സ്പെൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു റൂമിൽ നമ്മൾ ബിസിനസ് നടത്തുന്നത് വലിയൊരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിന് വർഷം എത്രയാണ്? 1,00,000 റുപ്യാണ് അതിൻ്റെ റെൻറ്റ് എന്ന് വിചാരിക്കുക. നമ്മൾ അടുത്ത വർഷത്തെ റെൻറ്റും കൂടെ എന്താവുകയാണ് നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രീപെയ്ഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം മുൻകൂട്ടി നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. ക്ലിയർ ആണോ? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് if the insurance premium paid is 5,000 and insurance prepaid is 1,000 as the end of the year. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, 5,000 രൂപ എന്താക്കി നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് കൊടുത്തു. എന്നിട്ട് പറയുകയാണ് അതിൽ 1,000 എന്താണ് പ്രീപെയ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണ് നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. 5,000 ആണ് മൊത്തം നമ്മൾ അടച്ചിട്ടുള്ളത്. അതിൽ 1,000 എന്താണ്? പ്രീപെയ്ഡ് ആണ്, മുൻകൂട്ടി അടച്ചതാണ്. അപ്പോൾ മുൻകൂട്ടി അടക്കുക എന്ന് പറയുമ്പം 1,000 മുൻകൂട്ടി അടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 1,000 അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ 1,000 ഒഴിവാക്കിയിട്ട് ബാക്കി എത്രയാണോ കിട്ടുന്നത് അതാണ് ആ വർഷത്തേത്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസിൽ നമ്മൾ അവിടെ 4,000 ആണ് എന്താവുക ചേർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഡിപ്രിസിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഡിപ്രിസിയേഷൻ എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ ചിലവാണ്. അപ്പോൾ ആ ചിലവിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റിൻ്റെ ഭാഗത്ത് എത്രയാണ്, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണ്, 50,000 രൂപേൻ്റെ മെഷീനറിയാണ് വിചാരിക്കുക. ആ മെഷീനറിൻ്റെ 10% ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ 10% 5,000 എന്താവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. ക്ലിയർ ആണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 5,000 രേഖപ്പെടുത്തും ഡെബിറ്റ് ഭാഗത്ത്, ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട്. ഇനി ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 50,000 നിന്ന് പിന്നെ ഡിപ്രിസിയേഷനായി സംഭവിച്ച് പോയ 5,000 മൈനസ് ചെയ്യും. പിന്നെ അസറ്റ് ഭാഗത്ത് നമ്മൾ മെഷീനറി എന്ന് പറഞ്ഞിട്ട് എത്ര മാത്രമേ ചെയ്തുള്ളൂ? 45,000 മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സാധനം നോക്കുക. അടുത്ത സാധനം എന്താണ്? ഇവിടെ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഡി അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. ഇവിടെ നമ്മൾ ജസ്റ്റ് തിയറി പറഞ്ഞ് അങ്ങനെ പോവാണ്. പ്രീ പെയ്ഡ് എക്സ്പെൻസ് ഇതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം നോക്കാം. പ്രീ പെയ്ഡ് എക്സ്പെൻസ് ഇപ്പം നമ്മളോട് പറഞ്ഞു 10,000 നമ്മൾ എന്താക്കി അടച്ചു. ഈ 10,000 അടച്ചതിൽ 2,000 പ്രീപെയ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളിവിടെ സാലറി പ്രീപെയ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി നമ്മൾ കൊടുത്തു എന്നാണ്. അപ്പോൾ ശരിക്കും ഈ വർഷത്തേത് എത്ര മാത്രമേ ഇതിലുണ്ടാവുള്ളൂ? 8,000 മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ 10,000-ൽ 2,000 പ്രീപെയ്ഡ് നമ്മൾ മുൻകൂട്ടി അടച്ചത്. അപ്പോൾ അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്, ഈ വർഷത്തെ ക്യാഷ് അല്ല. അപ്പോൾ ഈ വർഷത്തേത് മാത്രമേ നമ്മൾ എവിടെ രേഖപ്പെടുത്തുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുള്ളൂ. അപ്പം നമ്മൾ -2,000 എഴുതിയിട്ട് 8,000 ആണ് നമ്മൾ എമൗണ്ടിൻ്റെ കോളത്തിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എമൗണ്ടിൻ്റെ കോളത്തിൽ നമ്മൾ എത്ര രേഖപ്പെടുത്തുള്ളൂ? 8,000 മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് 8,000 എന്നാണ് രേഖപ്പെടുത്തുക. ഇനി ഈ 2,000 നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുക നോക്കുക. ഈ 2,000 സത്യത്തിൽ നമ്മൾ അസറ്റാണ്. അതായത് നമ്മുടെ 2,000 രൂപ വേറൊരാളെ കയ്യിലുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അസറ്റാണ്. ഈ സാധനത്തെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? 2,000 എന്ന് പറഞ്ഞിട്ട് അസറ്റിൻ്റെ ഭാഗത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അസറ്റിൻ്റെ ഭാഗത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 2,000 എന്താക്കും? അവിടെ ചേർത്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ അഡ്ജസ്റ്റിംഗ് എൻട്രി ഫോർ ദ ഫോളോയിങ്. താഴെ കാണുന്നതിലെ
അഡ്ജസ്റ്റിംഗ് എൻട്രി. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ഓരോ സാധനത്തിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എങ്ങനെയാണ് ചോദിക്കുന്നത്. ഇതെന്തായാലും പഠിച്ചു വെക്കണുണ്ടോ, കാരണം അതൊരു എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കട്ടോ. നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. ഒന്ന് റെൻറ്റ് പ്രീപെയ്ഡ്, പിന്നെ ഒന്ന് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നോക്കട്ടോ, റെൻറ്റ് പ്രീപെയ്ഡ്, റെൻറ്റ് എന്താക്കി പ്രീപെയ്ഡ് മുൻകൂട്ടി അടച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പ്രീപെയ്ഡ് എന്നുള്ള സാധനം എന്താ, നമ്മൾ ആദ്യം മുൻകൂട്ടി അടക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും പൈസ അയാളുടെ കയ്യിലുണ്ട് എന്നല്ലേ. ഓക്കെ, അപ്പോൾ അതെന്താണ്, നമ്മുടെ അസറ്റാണ്. അപ്പം റെൻറ്റ് പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എന്താവുക, റെൻറ്റ് എന്നാണ് എന്താവുക അതിൻ്റെ ജേണൽ എൻട്രി വരിക. റെൻറ്റ് പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് കേട്ടോ വരിക. ക്യാഷ് തന്നെയല്ലേ, ക്യാഷ് എന്നാണ് വരിക. ഓക്കെ, റെൻറ്റ് പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി ഇതെന്താ നോക്കുക, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ എന്താവുകയാണ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് കമ്മീഷൻ കിട്ടല്ലേ. അപ്പോൾ വേറൊരാളെ പൈസ നമ്മളെ കയ്യിൽ അതിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞത്, അപ്പോൾ അതെന്താണ്, ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ, അതെന്താണ്, ഒരു ലയബിലിറ്റിയാണ്. അഡ്വാൻസ് ആയിട്ട് എന്താക്കുക, കമ്മീഷൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക നോക്കുക. കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. ഇനി നമ്മൾ അടുത്ത ജേണൽ എൻട്രി നോക്കാം. ഈ റെൻറ്റ് പ്രീപെയ്ഡിൻ്റെ ജേണൽ എൻട്രി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ റെഡിയാക്കി തരാം. കറക്റ്റ് ചെറിയൊരു എന്തോ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ ചോദ്യം, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ 4 സാധനത്തിൻ്റെയും ജേണൽ എൻട്രി എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക നോക്കുക. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ് വരിക. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഇവിടെ സാലറി എന്ന് മേലെ വരാനുള്ള കാരണം അറിയാലോ, അത് എക്സ്പെൻസാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി അങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി അടുത്ത സാധനം എന്താ നോക്കുക, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ ജേണൽ എൻട്രി വരിക പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ക്ലിയർ ആട്ടോ, ഇവിടെ റെൻറ്റ് അക്കൗണ്ട് നാട്ട് വരിക. അതായത് പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻറ്റ് അക്കൗണ്ടാണ് വരിക. ഇതിവിടെ പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് മേലെ വരാനുള്ള കാരണം ഇത്രയും പൈസ നമ്മൾ അസറ്റായിട്ട് വേറൊരാളെ കയ്യിൽ നമ്മളെ പൈസ ഞാൻ അടുത്ത വർഷം നമ്മൾ ഉപകാരം എടുക്കുന്ന സമയത്ത് എന്താവുള്ളൂ, അത് അവരുടെ പൈസയായി മാറുള്ളൂ. അതുവരെ അത് ആരുടെ പൈസയാണ്, നമ്മുടെ പൈസയാണ്. അതുകൊണ്ടാണ് ഈ പ്രീപെയ്ഡ് റെൻറ്റ് എന്നുള്ളത് എന്താക്കിയിട്ടുള്ളത് മേലെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കുക, ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഡിപ്രിസിയേഷൻ ഡെപ്റ്റർ ടു മെഷീനറി. ഇവിടെ ഡിപ്രിസിയേഷൻ മേലെ വരാനുള്ള കാരണം എക്സ്പെൻസ് ആയതുകൊണ്ട് മെഷീനറി താഴെ വരാനുള്ള കാരണം ഈ മെഷീനറിൻ്റെ ഇത്രയും എമൗണ്ട് എന്താണ് ഇവിടെ കുറയാണ്. മെഷീനറി എന്നുള്ള അസറ്റാണ്. അസറ്റിൻ്റെ അത്രയും പൈസ കുറയുന്ന സമയത്ത്, അസറ്റ് കുറയുന്ന സമയത്ത് എവിടെ എത്തണം, ക്രെഡിറ്റ് ഭാഗത്ത് എത്തണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ,
ഇനി അടുത്തത് നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി വരിക എങ്ങനെയാണ്? ഇതും ഇതേമാതിരി തന്നെയാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മേലെ വരാനുള്ള കാരണം സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി കൊണ്ടുവന്ന പൈസക്ക് ബിസിനസ് എന്താവുകയാണ്, ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞത് സ്ഥാപനത്തിന് അത്രയും ചിലവാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയതുകൊണ്ട് മേലെ. ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് പിന്നെ ക്രെഡിറ്റ് ഭാഗത്ത് വന്നത്? ക്യാപിറ്റൽ കൂടല്ലേ, ഇത്ര ഇൻട്രസ്റ്റും കൂടെ കിട്ടുമ്പോൾ എന്താകാണ്, ആദ്യം 1,00,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 10,000 ഇൻട്രസ്റ്റ് കിട്ടിയപ്പോൾ എന്തായി, 1,10,000. അപ്പോൾ 10,000 റുപ്യ എന്തായി, വീണ്ടും കൂടല്ലേ, ലാബിലിറ്റി കൂടുമ്പോൾ എന്താവും, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ വരും, എല്ലാം കൂടെ നമ്മൾ എന്തായാലും ചെയ്യൂല കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അത് നമ്മൾ തൊട്ട് മേലെ ചെയ്തു. പ്രീപെയ്ഡ് റെൻറ്റ് നമ്മൾ ചെയ്തു, അവിടെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് മാത്രം എന്താക്കിയാൽ മതി, ആക്കി കൊടുത്താൽ മതി. ഡിപ്രിസിയേഷൻ മെഷീനറിയായി നമ്മൾ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതും നമ്മൾ ചെയ്തു. വീണ്ടും നമ്മളോട് അഡ്ജസ്റ്റിംഗ് എൻട്രി ചെയ്താൽ പറഞ്ഞിട്ടുള്ളത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ചെയ്തിട്ടില്ല, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2-3 ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ചെയ്തു. അവിടെ റെൻറ്റിന് മാത്രം എന്താക്കിയാൽ മതി, മാറ്റി കൊടുത്താൽ മതി. ഡിപ്രിസിയേഷൻ ചെയ്തു. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മളിവിടെ ചെയ്തിട്ടില്ലേ, ഉണ്ടല്ലോ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക എന്നാണ് ചോദിച്ചത്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് വരിക. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് എന്നുള്ളത് എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. പിന്നെ അത്രയും എക്സ്പെൻസ് ഏതുമെന്നാണ് കുറയുന്നത്, ഡെപ്റ്റേഴ്സുമെന്നാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്താക്കിയാൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എ പോർഷൻ ഓഫ് ട്രയൽ ബാലൻസ് 31 ഡിസംബർ 2014. സൺട്രി ഡെപ്റ്റേഴ്സ് 62,000, ബാഡ് ഡെപ്റ്റ് 4,000. പിന്നൊരു ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 2,000. പിന്നെ ഇവിടെ പ്രൊവിഷനുണ്ട്, ന്യൂ പ്രൊവിഷനുണ്ട്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, ബാഡ് ഡെപ്റ്റ് പ്ലസ് ഫർദർ ബാഡ് ഡെപ്റ്റ് പ്ലസ് ന്യൂ പ്രൊവിഷൻ, ഓക്കെ, മൈനസ് ഓൾഡ് പ്രൊവിഷൻ. ഇവിടെ എന്തില്ല, ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് മൂന്നും കൂടെ എന്താക്കിയാൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 4,000 പ്ലസ് 2,000 പ്ലസ് 6,000. എന്നിട്ട് പിന്നെ 60,000-ൻ്റെ 5% എത്ര, അതും 60,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6,000. 60,000-ൻ്റെ ആണ്ടോ നമ്മൾ നോക്കുക, കാരണം ഫർദർ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ട് എന്നാണ് നമ്മൾ എന്താവുക, ഈ പിന്നെ 5% കണക്കാക്കുക. അപ്പോൾ അതൊരു 3,000 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഇവിടെ 4, 2, 6, 3, 9,000 ആണ് എന്തുണ്ടാവുക, സോറി, ഓക്കെ, 9,000 ആണ് എന്തുണ്ടാവുക, അതിൻ്റെ കണക്കുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മളിനി പറയുന്നില്ല. ഡിപ്രിസിയേഷൻ മെഷീനറി നമ്മൾ പറയുന്നില്ല. റെൻറ്റ് റിസീവ്ഡ് അഡ്വാൻസ് പറയുന്നില്ല. പ്രീപെയ്ഡ് നമ്മൾ പറയുന്നില്ല. ഇൻട്രസ്റ്റ് റിസീവുകൾ എന്താക്കാം നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇനി വീണ്ടും എന്താകുകയാണ്, ഇവിടെ 5 മാർക്കിന് നമുക്ക് പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി അതാണ്, അതും കൂടെ പറഞ്ഞാൽ എന്തായി, പിന്നെ നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ എന്താവുന്നത് കിടക്കുന്നത്. അത് നമ്മൾ പുതിയൊരു വീഡിയോ ആക്കിയിട്ട് എന്താവുക, ഓരോ പ്രോബ്ലം ഓരോ വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ആണ് ഇവിടെ ഇതാണുള്ളത് കേട്ടോ. ആ ജേണൽ എൻട്രീൻ്റെ വേറെ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് എന്താക്കി നമ്മൾ കമ്മീഷൻ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക, കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ കമ്മീഷൻ എന്നാണ് വരിക കേട്ടോ, കമ്മീഷൻ. ഓക്കെ, അടുത്ത ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി. ജേണൽ എൻട്രി എന്താ വരിക, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്ന്. അപ്പോൾ ഇവിടെ എന്താ വരിക, ഡിപ്രിസിയേഷൻ എന്നാണ് വരിക. അടുത്ത ഇൻഷുറൻസ് പ്രീമിയം പ്രീപെയ്ഡ് എന്താക്കി മുൻകൂട്ടി അടച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഷുറൻസ് പ്രീമിയം പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട് എന്നാണ് വരിക കേട്ടോ. ഇവിടെ ഇൻഷുറൻസ് എന്നാണ് വരിക. അടുത്ത ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമ്മളിതായിട്ടുണ്ട് പക്ഷേ എന്തായാലും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം അക്രൂഡ് ഇൻട്രസ്റ്റ് എന്നാണ് പറയാം. നമ്മളിത് ആയിട്ടുണ്ട് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ നമ്മൾ അക്രൂഡ് എന്നാണ് പറയാം. അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ടാണ് വരിക. സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിന് എന്താ വരിക, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഇതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി. ആ ജേണൽ എൻട്രി ഡെബിറ്റ് ഭാഗത്ത് ചെയ്തേണ്ടത് ക്രെഡിറ്റ് ഭാഗത്ത് ചെയ്തേണ്ടത് വേറെ വേറെ എന്താക്കിയതാണ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പം
അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു 4-5 പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ ചെയ്തിട്ടില്ല, അതും കൂടെ എന്താക്കും നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് എന്താക്കും നമ്മൾ ചെയ്യും. ഓക്കെ.